ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. In this picture, the perpendiculars drawn from the bottom line are equally spaced. Show that the sequence of the height of the perpendiculars on continuing this form an arithmetic sequence. അതായത് ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയ്ക്ക് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ നീളം സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. സംഭവത്തിലുള്ള ഇവിടെ ഓരോ ഹൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹൈറ്റുകളുടെ ലെങ്ത്തുകളെല്ലാം ഒരു സമാന്തര ശ്രേണിയിലാണ് പോകുന്നത് എന്നുള്ളതൊന്ന് തെളിയിക്കാനാണ്. ഞാൻ ആ ചിത്രത്തിൽ ഒന്നിങ്ങനെ പേരുകളൊക്കെ ഒന്ന് കൊടുത്തു. O A B C D എന്നൊക്കെ കൊടുത്തു. O എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിന് കൊടുത്തു. പിന്നെ ABCDEFGH ഈക്വലി സ്പേസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിനും ഞാൻ X കൊടുത്തു. ദെൻ ഇവിടെ ഫസ്റ്റത്തെ Hന് H1 എന്നും രണ്ടാമത്തേന് H2, H3, H4, H5 അങ്ങനെ കൊടുത്തു. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണ്. അതായത് OAF എന്ന് പറയുന്ന ട്രയാങ്കിളും OBG എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളും കൂടി എടുത്തു. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൽ നോക്കിയേ, ആംഗിൾ O എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ് അല്ലെ. ആംഗിൾ O എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. FAO എന്ന് പറയുന്നതും GBO എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. കാരണം പെർപെൻഡിക്കുലർസ് ആണ്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾ എന്താവും? ഈക്വൽ ആവും. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസ് സിമിലർ ആണ്, സദൃശ്യമാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുല്യ കോണകൾക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇൻ സിമിലർ ട്രയാങ്കിൾസ് ദ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. OAFും OBGയും സദൃശ ത്രികോണങ്ങളാണ്. സദൃശ ത്രികോണങ്ങളിൽ തുല്യ കോണകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കും. അപ്പം നമുക്ക് ഈ തുല്യ കോണകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം ഞാൻ ഇവിടെ ഒന്ന് എടുത്തു. നോക്കിയേ, ആദ്യം ഈ ആംഗിളാണ് എടുത്തത്. ഇതിന് ഓപ്പോസിറ്റ് OA. പിന്നെ ഈ ആംഗിൾ ഇതിന് ഓപ്പോസിറ്റ് ഈ രണ്ട് ലൈനുകൾ മുട്ടുന്ന ആ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഇത് Oയിലേക്ക് ടച്ച് ചെയ്യുന്നു, ഇതോ ബിയിലേക്ക് ടച്ച് ചെയ്യുന്നു, അപ്പോൾ OB. അങ്ങനെ OA/OB. പിന്നെ O എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് FA. O എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ആര്? GB. ഇനി വാല്യൂസ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റത്തേന് ഞാൻ X എന്ന് കൊടുത്തു. രണ്ടാമത്തത് ടോട്ടൽ ലെങ്ത് X ഉം 2X ആയി. ഇവിടെ ഫസ്റ്റത്തത് H1, രണ്ടാമത്തത് H2. നമുക്കൊന്ന് ഇവിടെ 1 ഈ X എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഇവിടെ 1/2 എന്നുണ്ടാവും. H1/H2 ഉണ്ടാവും. ഈ H2നെ എങ്ങോട്ടും H1നെ എങ്ങോട്ടും കൊടുന്നു. അപ്പോൾ H2 ഈക്വൽ ടു എന്ത് കിട്ടി? 2H1. H1 തന്നെയാണ്. H2ന്റെ വാല്യൂ കിട്ടി എത്രയാ? 2H1. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ വേറെ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണ്. ഒന്ന് OAFും OCHും. അതിൽ നോക്കിയേ, O എന്ന് പറയുന്ന രണ്ടിനും കോമൺ ആണ്. A എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ 90 ആണ്, ഇവിടെയും 90 ആണ്. രണ്ട് ആംഗിൾ ഈക്വൽ ആയാലും ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾ എന്താവും? ഈക്വൽ ആവും. ഓക്കെ, O എന്ന് പറയുന്നത് കോമൺ ആണ്, FO 90 ആണ്. രണ്ട് ആംഗിൾ ഈക്വൽ ആയാലും മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവും. മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയാലും ഈ ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുല്യ കോണകൾക്കെതിരെയുള്ള വശങ്ങൾ ഞാനൊന്ന് എഴുതാൻ പോവാണ്. ആദ്യം ഈ രണ്ട് വരട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ Fന്റെ അവിടെയുള്ള ആംഗിൾ, അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കി ഏതാ? OA. ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞു, ഈ ലൈൻ എങ്ങോട്ടാണ് ടച്ച് ചെയ്യുന്നത്? Oയിലോട്ട്. ഈ ലൈൻ എങ്ങോട്ടാണ് ടച്ച് ചെയ്യുന്നത്? Cയിലോട്ട്. അപ്പോൾ OC. പിന്നെ ഈ Oയുടെ ഓപ്പോസിറ്റ് H1 വരും. രണ്ടാമത്തെ ത്രികോണത്തിൽ ആരാ? H3 ആണ്. അങ്ങോട്ടാണ്, അറ്റത്തേക്കാണ് പോകണം. ഇനി ഇതിന് ഞാൻ ഓരോന്നിനും വാല്യൂ കൊടുക്കാം കേട്ടോ. OA എന്ന് പറയുന്നത് X ആണ്. OC എന്ന് പറയുന്നത് ഇവിടെ നിങ്ങട്ട് X, വീണ്ടും ഒരു X, വീണ്ടും ഒരു X. അപ്പം മൊത്തം എത്രയായി? 3X ആയി. മറ്റത് H1ഉം H3യും. X എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ദെൻ 1/3 ഈക്വൽ ടു H1 H3 എന്ന് വരും. അതൊന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ 1 × H3 H3, 3 × H1 3H1. ഓക്കെ, അപ്പോൾ H3യുടെ വാല്യൂ കിട്ടി, അത് 3H1 ആണ്. ഇതുപോലെ നമുക്ക് H4 കിട്ടും, എന്ത്? 4H1. H5ഉം കിട്ടും, എന്ത്? 5H1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു റേഷ്യോ ആക്കിയിട്ട് ഒരു സീക്വൻസ് ആക്കിയിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ H1 H2 H3 H4 H5. H1 H തന്നെയാണ്, H1 തന്നെയാണ്. H2 എന്ന് പറയുന്നത് 2H1 ആണ്. H3 എന്ന് പറഞ്ഞാൽ 3H1 ആണ്. H4 എന്ന് പറഞ്ഞാൽ 4H1 ആണ്. H5 എന്ന് പറഞ്ഞാൽ 5H1 ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കിയേ, 2H1 എന്ന് ഒരു H1 പോയാൽ എത്ര ഉണ്ടാവുക?
H1. 3H1 എന്ന് 2H1 പോയാൽ എത്ര ഉണ്ടാവുക? H1. 4H1 എന്ന് 3H1 പോയാൽ എത്ര ഉണ്ടാവുക? H1. 5H1 എന്ന് 4H1 പോയാൽ എത്ര ഉണ്ടാവുക? H1. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? H1 ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര വരിക? H1 ആണ് വരിക. ആ H1 എത്രയും നമുക്കറിയില്ല, എത്രയായാലും ആ H1 ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാണ്. ഡി എന്ന് പറയുന്നത് H1 ആണ് വരുന്നത്.